ശിരൂരിലേക്ക് പോകാം. ശിരൂരിൽ ഈശ്വർ മൽപെ തെരച്ചിലിനായി ഇറങ്ങാൻ തയ്യാറെടുക്കുകയാണ്. ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, അവിടെ പുഴയിൽ ഡീസലിന്റെ അംശം കണ്ടെത്തി. അതോടൊപ്പം തന്നെ ഇന്നലെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയിരിക്കുന്നു. അത് അർജുന്റെ വാഹനത്തിൻ്റെതെന്ന് ഉറപ്പിച്ചിരിക്കുന്നു. അർജുൻ അരികിലേക്ക് കൂടുതൽ അടുക്കുകയാണോ? ഇപ്പോൾ ഈശ്വർ മാൽപ്പ അല്പസമയത്തിനുള്ളിൽ ഈ വെള്ളത്തിലിറങ്ങി പരിശോധന നടത്തും. ആദ്യഘട്ടത്തിൽ ഈ ഡീസലിന്റെ ഭാഗം കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ജില്ലാ ഭരണകൂടം 10 മണിക്ക് ശേഷം ഇത്തരത്തിൽ ദൗത്യം ആരംഭിച്ചാൽ മതിയെന്നാണ് ഈ ഈശ്വർ മാൽപ്പയോട് പറഞ്ഞത്. പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെ സമയം പാഴാക്കാൻ സാധ്യമല്ല, ഞാൻ വെള്ളത്തിൽ ഇറങ്ങുക എന്ന് തന്നെയാണ് ഈശ്വർ മാൽപ്പ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഉടൻ തന്നെ അദ്ദേഹം വെള്ളത്തിലിറങ്ങി പരിശോധനകൾ ആരംഭിക്കും. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് നാം ഇത് നോക്കിക്കാണുന്നത്. കാരണം ഇത്തരത്തിൽ ലോറിയുടെ ഭാഗങ്ങൾ ഇന്നലെ കണ്ടെത്തിയിരുന്നു. ഡീസലിന്റെ അംശവും ഇന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പരിശോധന ആരംഭിക്കുമ്പോൾ NDRFന്റെയും SDRFന്റെയും സംഘങ്ങളുടെ സഹായത്തോടു കൂടി ഇത്തരത്തിൽ പരിശോധന ആരംഭിക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് നിലവിലുള്ളത്. ലിബീഷ്, ജോസഫ്, ഈ ഈശ്വർ മൽപ്പയ്ക്ക് മറ്റ് സഹായങ്ങൾ നൽകാൻ, അതായത് സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കാനായി സേനയോ മറ്റു വിഭാഗങ്ങളോ ഒക്കെ സജ്ജമാണോ അവിടെ? NDRFന്റെയും SDRFന്റെയും സംഘങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈശ്വർ മാൽപ്പയ്ക്ക് സഹായകരമാകുന്ന രീതിയിൽ ഈശ്വർ മാൽപ്പയ്ക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഘം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. NDRFന്റെ SDRFന്റെ സംഘങ്ങൾ ഇവിടെ മുങ്ങി പരിശോധനയിൽ ഏർപ്പെടില്ല. മറിച്ച് ഈ മാൽപ്പയുടെ ദൗത്യത്തിന് മാൽപ്പയ്ക്ക് സഹായകരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇപ്പോൾ മാൽപ്പയുടെ ഈ NDRFന്റെയും SDRFന്റെയും ഭാഗത്തു നിന്നുണ്ടാകുക. നേവി ഉദ്യോഗസ്ഥർ ഇതുവരെ സ്ഥലത്തെത്തിയിട്ടില്ല. എന്തായാലും ഈ NDRFന്റെയും SDRFന്റെയും സംഘങ്ങളും മത്സ്യത്തൊഴിലാളികളുമാണ് ഇപ്പോൾ ദൗത്യത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നത്. ലിബീഷ്, ശരി ജോസഫ്, എന്തായാലും അർജുനായുള്ള തെരച്ചിൽ ആരംഭിക്കുകയാണ്. ഈശ്വർ മൽപെ പുഴയിലിറങ്ങി പരിശോധന നടത്താൻ അദ്ദേഹം തയ്യാറെടുത്തു കഴിഞ്ഞു. ഇന്ന് വഴിത്തിരിവുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പുഴയോട് ചേർന്നുള്ള ഭാഗത്താണ് പരിശോധന നടത്തുന്നത്. അവിടെ ഡീസലിൻ്റെ അംശം കണ്ടെത്തി. വാഹനത്തിൻ്റെ ഹൈഡ്രോളിക് ജാക്കി ഇന്നലെ തന്നെ കണ്ടെടുത്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അർജുൻ അരികിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധർ അവിടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി പുഴയിൽ ഇറങ്ങുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള സുരക്ഷാ സഹായങ്ങളും നൽകാൻ NDRFന്റെയും SDRFന്റെയും ഒക്കെ സംഘാംഗങ്ങൾ തയ്യാറാണ്. മറ്റ് സേനാ വിഭാഗങ്ങൾ ഈ തെരച്ചിലിൽ സഹകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഇക്കാര്യത്തിൽ 10 മണിയോടുകൂടി തീരുമാനമുണ്ടാകുമെന്നാണ് ജോസഫ് അറിയിക്കുന്നത്.